എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകൾ കൂടിയിട്ടാണ് വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് ഞാൻ വന്നേക്കുന്നത്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, നമുക്കിപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പം ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ലസ്സിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഉള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ പറയാം. മാംഗോ ലസ്സിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് മാംഗോ ലസ്സിക്ക് വേണ്ടി ഉള്ള ഇൻഗ്രീഡിയൻസാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരു മാംഗോ കട്ട് ചെയ്ത് വച്ചേക്കുന്നതാണ്, തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ഒരു 350 ഗ്രാമോളം പാക്കറ്റിൽ കിട്ടണേ അത് തൈര്, നല്ല കട്ട തൈര് ഫ്രീസറിൽ വച്ചിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ പിന്നെ നമുക്ക് ഐസ് അത്ര ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാവർക്കും മധുരം ആവശ്യത്തിന്, ഇപ്പോൾ ഇതിന് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാകും. പക്ഷേ ചിലവർക്ക് മധുരം കൂടുതൽ വേണം, ചിലവർക്ക് മധുരം കുറച്ച് വേണം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മധുരം ചേർക്കുക. പിന്നെ ഈ മാംഗോയും തൈരും കൂടെ ചേർന്ന് എല്ലാം നല്ല കുറുകി വരുന്ന കാരണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ വച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം അത് ചേർത്ത് 2 ക്യൂബ് ഐസും കൂടെ ഇട്ട് അടിക്കുക. ഇത് ഐസാണ് ഇതിനകത്തിരിക്കുന്നത്. പിന്നെ ഈ മാംഗോ ലസ്സി ഉണ്ടാക്കുമ്പം എല്ലാവർക്കും ചിലപ്പോൾ മാംഗോ ലസ്സിയുടെ ടേസ്റ്റ് പെട്ടെന്ന് ഇഷ്ടമാവില്ലെങ്കിൽ അതിന് ഓപ്ഷണലായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഏലക്ക പൊടിച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ വാനില എസൻസാണ് ഞാൻ വച്ചേക്കുന്നത്. ഇവിടെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതാണ് ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഉണ്ടാക്കാം. ഇനി നമ്മൾ മാംഗോ ലസ്സി ഉണ്ടാക്കാൻ ഇത് മിക്സിയുടെ ജാറാണ്. ആ ജാറിലേക്ക് ഇപ്പോൾ ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാംഗോ ആദ്യം ഇതിലേക്ക് ഇടുക കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈര് ഇതിനകത്തേക്ക് ഒഴിക്കും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാകും. മാംഗോക്ക് മധുരം ഉള്ളത് കാരണം. അത് അല്ലാത്തവർക്ക് കുറച്ചുകൂടെ കൂടുതലിടാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂണായി, 2 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ. ഞാൻ ഏകദേശം 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഓപ്ഷണലാണ്. ഏലക്ക ഒന്നില്ലെങ്കിൽ ഒരു ഏലക്ക ഇട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഇത് അല്ലെങ്കിൽ വാനില എസൻസ് ഇത് ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഓപ്ഷണൽ ആയതുകൊണ്ട് ഞാൻ ഇതൊന്നും ചേർക്കണില്ല. ഇത് നമ്മൾ 2 ഐസ് ക്യൂബ് ഇടുവാണ് ഇതിനകത്തേക്ക്. ഓൾറെഡി ഇത് ഫ്രീസറിൽ വച്ചിരുന്ന തൈരാണ്, അത് കാരണം അധികം ഇത് വേണമെന്നില്ല. ഇതിനകത്ത് കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കുവാണ്. ഓക്കെ, ക്ലോസ് ചെയ്തു. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത് നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. നമ്മുടെ മാംഗോ ലസ്സി റെഡി. നമ്മുടെ മാംഗോ ലസ്സി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ ചൂടുകാലത്ത് ഇതൊക്കെ നല്ലതാണ് കുടിക്കാൻ. നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പം മാമ്പഴത്തിൻ്റെ സീസണായില്ലേ, അപ്പോൾ പിള്ളേർക്ക് എല്ലാം ഇങ്ങനത്തെ ഒന്നില്ലെങ്കിൽ മാംഗോ ജ്യൂസോ അല്ലെങ്കിൽ മാംഗോ ലസ്സിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ.